إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون സത്യവിശ്വാസി വിശ്വാസനീയനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിക്കണമെന്ന് സമ്പത്ത് മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും വളർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ്. ഇത്തരത്തിൽ ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരാളുടെ ഇഷ്ടം, തൃപ്തി, അതേപോലെ തന്നെ പരിഗണന എന്നതെല്ലാം നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. എന്നാൽ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതും ഏതൊരു വിശ്വാസിക്കും അനിവാര്യമായി ലഭിക്കേണ്ടതുമാണ് റബ്ബിൻ്റെ ഇഷ്ടവും അതേപോലെ തന്നെ തൃപ്തിയും. അത് ലഭിക്കുന്ന ആളുകൾക്ക് ഇഹപര ജീവിതത്തിൽ പരിപൂർണമായിട്ടുള്ള വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതുമാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിനും അതേപോലെ തന്നെ തൃപ്തിക്കും തടസ്സമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള പരിശോധന അനിവാര്യമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ. ചില ആളുകളെ കുറിച്ച് റബ്ബ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.
റബ്ബ് ഇഷ്ടപ്പെടുകയില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖാഇനീൻ, വഞ്ചന കാണിക്കുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചന കാണിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിർബന്ധമായും മാറ്റേണ്ടുന്ന ഒന്നാണ്. കാരണം അത്തരത്തിൽ വഞ്ചന കാണിക്കുന്നവരെ റബ്ബൊരിക്കലും ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വഞ്ചനയാണ് പലപ്പോഴും പൊതുവായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അതിലൊന്നാമത്തത് അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള വഞ്ചനയാണ്. അതായത് മതത്തിൻ്റെ നിയമങ്ങളിൽ വഞ്ചന കാണിക്കലാണ്. രണ്ടാമത്തെ വഞ്ചന എന്ന് പറയുന്നത് മനുഷ്യരായ നമുക്കിടയിൽ നമ്മൾ നടത്തുന്ന വഞ്ചനകളാണ്. വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ച ആളുകളെ, വിശ്വാസം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഞ്ചിക്കാൻ പാടില്ല. ആ കാര്യത്തിൽ നിങ്ങൾ വഞ്ചന നടത്താൻ പാടില്ല. വതഖൂനു അമാനാതികും, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകളിലും വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വഞ്ചന നടത്തരുത്. അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വഞ്ചിക്കരുത്. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ അറിഞ്ഞുകൊണ്ട്, അറിവുള്ളവരായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിൽ വഞ്ചന നടത്താൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ റബ്ബിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് വിപരീതമായി നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ അവരോടുള്ള വഞ്ചന എന്ന് പറയുന്നത്. റബ്ബും റസൂലും നമ്മളോട് കൽപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ്. അത് അറിഞ്ഞിരിക്കെ മരണപ്പെട്ടു പോയ ആളുകളിലേക്കോ ചരടുകളിലേക്കോ നൂലിലേക്കോ അല്ലെങ്കിൽ ജീവിക്കുന്ന ആളുകളിലേക്കോ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്തിൽ തവക്കുൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ രഹസ്യവും പരസ്യവും എങ്ങനെയായിരിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിച്ചു തന്നതിന് വിപരീതമായി രഹസ്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ, പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് അവരോടുള്ള അല്ലെങ്കിൽ റസൂലിനോടുള്ള വഞ്ചനയാണ്. അതേപോലെ തന്നെ നമ്മൾ താൽക്കാലിക ലാഭത്തിന് വേണ്ടി, താൽക്കാലിക ലക്ഷ്യങ്ങൾ നടത്താൻ വേണ്ടി റബ്ബിന്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം നമ്മൾ നടത്തുന്നുണ്ട് എങ്കിൽ അതും അവരോടുള്ള വഞ്ചനയാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രമാണത്തിലുള്ള ഒരു കാര്യം പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു സന്ദർഭത്തിൽ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ മൂടി വെക്കുന്നുണ്ട് എങ്കിൽ അതും അള്ളാഹുവിനോടും റസൂലിനോടും ചെയ്യുന്ന വഞ്ചനയാണ്. നമുക്കറിയാം ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് വിശുദ്ധ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളത് എന്ന്. പക്ഷേ ചില ലക്ഷ്യങ്ങൾ മറന്നു കടക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മറച്ചു വെക്കുന്നുണ്ട് എങ്കിൽ അത് അവരോടുള്ള വഞ്ചനയായിട്ട് തന്നെയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സക്കാത്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിർബന്ധമാക്കിയ ആ ഒരു കർമ്മം, അത് നൽകാതിരിക്കാൻ വേണ്ടി കള്ളക്കണക്കുകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അത് നമ്മൾ റസൂലിനോടും അള്ളാഹുവിനോടും ചെയ്യുന്ന വഞ്ചനയാണ്. നാലാളുകൾ കാണുന്ന സാഹചര്യത്തിലാണെങ്കിൽ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ആരും നമ്മളെ നിരീക്ഷിക്കാനില്ല എങ്കിൽ നിർബന്ധമായിട്ടുള്ള ഇബാദത്തുകൾ വരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എങ്കിൽ അതും അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ചെയ്യുന്ന വഞ്ചനയായിട്ട് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കപട വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുമ്പോ അവിടെ പഠിപ്പിക്കുകയാണ്, യുഖാദിഊന അല്ലാഹ്, അവർ അള്ളാഹുവിനെ വഞ്ചിക്കുകയാണ്. വല്ലദീന ആമനു, അതേപോലെ തന്നെ യഥാർത്ഥത്തിലുള്ള വിശ്വാസികളെയും അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്, കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്.
അവർ അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ അല്ല കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ വഞ്ചിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന പരലോകത്ത് അവർക്ക് മാത്രമായിരിക്കും അതിന്റെ ശിക്ഷ ലഭിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മതകാര്യങ്ങളിൽ നമ്മൾ വഞ്ചന ചെയ്താൽ നാം തന്നെയാണ് വഞ്ചിതരാകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യമാണ്. വീട്ടുകാരോടും അതേപോലെ തന്നെ നാട്ടുകാരോടും നമ്മൾ നല്ല രീതിയിലാണ് പെരുമാറാറുള്ളത്. ഇനി അവരെ ബോധ്യപ്പെടുത്താനുള്ള ദീനേ നമുക്കുള്ളൂ എങ്കിൽ നാം വീട്ടുകാരെയും നാട്ടുകാരെയും അല്ല വഞ്ചിക്കുന്നത്, നമ്മളെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നമ്മൾ മാന്യനാണ്. നമ്മൾ നീട്ടിയ താടിയും നെരിയാണിക്ക് മുകളിലുള്ള വസ്ത്രവും അതേപോലെ തന്നെ നല്ല പെരുമാറ്റവും ഒക്കെയുണ്ട്. പക്ഷെ നമ്മുടെ രഹസ്യ ജീവിതം അത് അറിയുന്നത് റബ്ബ് മാത്രമാണ്. ആ രഹസ്യ ജീവിതത്തിൽ നമ്മൾ തിന്മകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ നമ്മൾ വഞ്ചിക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയുമാണ് എന്നുള്ളത് തന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ നമ്മൾ എടുക്കുന്നുണ്ട് എങ്കിൽ അതിൽ നിർബന്ധമായിട്ട് നമ്മൾ മാറ്റം വരുത്തുകയും വേണം. അതുകൊണ്ട് മതകാര്യങ്ങളിൽ വഞ്ചന എന്നുള്ളത് അത് സ്വന്തത്തെ വഞ്ചിക്കലാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. അതിന്റെ ഭാഗം തന്നെയാണ് നമുക്കിടയിൽ നമ്മൾ നടത്തുന്ന ചില അമാനത്തുകൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഹദ്ദസ റജുലുൽ ഹദീസ്, നമ്മളോട് ഒരാൾ ഒരു കാര്യം പറയുകയാണ്, നമ്മുടെ കൂട്ടുകാരനാകട്ടെ ആരാകട്ടെ, ഏതെങ്കിലും ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞു. സുമ്മൽ തഫത്ത്, ആ കാര്യം പറഞ്ഞതിന് ശേഷം അയാളൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ എന്നുള്ള ഉദ്ദേശത്തിൽ അയാളൊന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. ഫഹിയ അമാനത്ത്, അത് അമാനത്താണ് എന്നാണ്. അങ്ങനെ ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അമാനത്താണ്. രണ്ടാമതൊരാൾ അത് അറിയാതെ സൂക്ഷിക്കൽ അത് നമ്മുടെ കടമയാണ്. നമ്മളെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കാരണം നാട്ടുകാരറിയാൻ പാടില്ല. അത് നമ്മളെ ഏൽപ്പിച്ച ഒരു അമാനത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച സമ്പത്ത്, ഇതിൽ നമ്മൾ വഞ്ചന നടത്താൻ പാടില്ല. മുനാഫിഖുകളുടെ 3 സ്വഭാവങ്ങൾ പറയുന്ന ഹദീസ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. ആ ഒന്നാമത്തെ വിഭാഗം അത് സംസാരിച്ചാൽ കളവ് പറയുന്ന ആളുകളാണ്. അവർ വാ തുറക്കുന്നത് കളവ് പറയാനാണ്. രണ്ടാമത് പറഞ്ഞത് വാക്ക് കൊടുത്തിട്ട് അത് ലംഘിക്കുന്നവരായിരിക്കും അവർ. മൂന്നാമത് പറഞ്ഞത് അവർ വിശ്വസിച്ചാൽ ചതിക്കുന്നവരാണ്. നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ചില സാധനങ്ങൾ ഉണ്ടാകും, അത് നമ്മളെ മാത്രം വിശ്വസിച്ചേൽപ്പിച്ചതാണ്. പക്ഷേ നമ്മളവിടെ ചതി നടത്തുന്ന ആളുകളുണ്ട്, വഞ്ചന നടത്തുന്ന ആളുകളുണ്ട്. നമ്മെ വിശ്വസിച്ചാണ് നമ്മൾ പല ജോലികളും ഏൽപ്പിക്കുന്നത്. അതിൽ വഞ്ചന നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് കപട വിശ്വാസിയുടെ ലക്ഷണമാണ് എന്നുള്ളത് തന്നെയാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ദാമ്പത്യ ജീവിതം അതെങ്ങനെയാണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലും ഒരിക്കലും നമ്മൾ വഞ്ചന നടത്താൻ പാടില്ല. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത, മക്കളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്ത ആളുകളാണ് നമ്മളെങ്കിൽ അതിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. മക്കളോട് പറയേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എങ്കിൽ, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ബാധ്യതകളും പരിഗണനയും നമ്മൾ നൽകുന്നില്ല എങ്കിൽ ഇതിലെല്ലാം നമ്മൾ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ വിശ്വസിച്ച് ഒരു ഉപ്പ ഒരു പെണ്ണിനെ നമ്മുടെ കൈകളിലേക്ക് വെച്ചു തരുമ്പോ അത് നമ്മുടെ സ്വഭാവം കണ്ടിട്ടാണ്, നമ്മുടെ പെരുമാറ്റം കണ്ടിട്ടാണ്. നമ്മളെ കുറിച്ച് നാട്ടുകാരോട് അന്വേഷിച്ചപ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞത് കേട്ടതിന്റെ പേരിലാണ് 18-20 വർഷക്കാലം മറ്റൊരാളുടെ കൂടെ ജീവിച്ച അല്ലെങ്കിൽ അവരുടെ തണലിൽ ജീവിച്ച ഒരു പെൺകുട്ടിയെ നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നൽകുന്നത്. പക്ഷേ ആ പെൺകുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് ആ പെൺകുട്ടിക്ക് നമ്മുടെ യഥാർത്ഥ ജീവിതം മനസ്സിലാകുന്നത് എങ്കിൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നാട്ടുകാർക്കിടയില് മാന്യനാണ്, നല്ല വസ്ത്രമുണ്ട്, താടിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ മോശമാണ് എങ്കിൽ അതിനുള്ള ഭവിഷ്യത്ത് വരാനിരിക്കുന്ന പരലോകത്ത് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉത്തരവാദിത്തങ്ങൾ ഈ ഭൂമിയിൽ നൽകും. അങ്ങനെ അയാൾ മരിക്കുന്ന ദിവസം ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അയാൾ വഞ്ചന ചെയ്തിട്ടുണ്ട് എങ്കിൽ, തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ ഏതെങ്കിലും കാര്യത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അദ്ദേഹം വഞ്ചന കാണിച്ചിട്ടുണ്ട് എങ്കിൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബ് സ്വർഗം നിഷിദ്ധമാക്കാതിരിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വർഗം നിഷിദ്ധമാണ്. നമ്മുടെ ഒരു സംഘടനയിൽ മെമ്പറാണ്,
ആ സംഘടനയിലുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളും നമ്മെ ഏൽപ്പിക്കുന്നത് ആളുകൾക്ക് നമ്മളൊരു വിശ്വാസമുള്ളത് കൊണ്ടാണ്. നമ്മുടെ മഹലിൽ നമ്മൾ സാമ്പത്തിക ഇടപാടുകൾ മുഴുവനും നമ്മളാണ് നോക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ബാധ്യതകളും നമ്മളാണ് നോക്കുന്നത് എങ്കിൽ, ആ കുടുംബത്തിലും ആ മഹല്ലത്തിലും ആ സംഘടനയിലും ആളുകൾക്ക് നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടാണ് നമ്മളെ ഇതെല്ലാം ഏൽപ്പിക്കുന്നത്. പക്ഷേ ആ വിശ്വാസം നമ്മളായിട്ട് നമ്മുടെ സ്വഭാവത്തിലൂടെ ഇടപാടിലൂടെ നമ്മൾ ഇല്ലാതെയാക്കരുത് എന്നുള്ളതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അവർക്ക് സ്വർഗം നഷ്ടമാവും. സ്വർഗം മാത്രമല്ല നഷ്ടമാവുക. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ലികുല്ലി ആദിരിൻ യൻസിബുല്ലാഹു ലഹു ലിബാഅ യൗമൽ ഖിയാമ. വഞ്ചന നടത്തിയ ഓരോരുത്തർക്കും പരലോകത്ത് വരുന്ന സമയത്ത് ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ്. അവരെ ആ അടയാളങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാം അയാൾ ജീവിതത്തിൽ വഞ്ചന നടത്തിയിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന് സ്വർഗം മാത്രമല്ല നഷ്ടമാവുക, മറിച്ച് പരലോകത്ത് വരുമ്പോൾ അവരെ വേറെ തിരിച്ചറിയുമെന്നാണ്. അവരുടെ വഞ്ചനയെ മറ്റുള്ള ആളുകൾ അറിയുന്ന രൂപത്തിൽ അവരുടെ ശരീരത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ്. നമ്മുടെ രൂപവും സ്വഭാവവും പെരുമാറ്റവും കണ്ടാണ് നമ്മളെ പലതും പല ആളുകളും ഏൽപ്പിക്കുന്നത്. അതിലൊരിക്കലും വഞ്ചന നമ്മൾ നടത്താതിരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴുള്ള അടയാളങ്ങളെല്ലാം മാറും. ഈ അടയാളങ്ങൾ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോണത്. പക്ഷേ പരലോകത്ത് വഞ്ചനയുടെ അടയാളമായിട്ട് പരലോകത്ത് നമ്മൾ വരേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ മതത്തിന്റെ നിയമങ്ങളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ ആ തെറ്റുകൾ മാറ്റി നിർത്തി വരുന്ന ജീവിതത്തിലെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അള്ളാഹുവിനെ സൂചിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ഇസ്ലാം ഒരു കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് സമൂഹത്തിന് നന്മ മാത്രമേ വരുത്തുകയുള്ളൂ എന്ന് ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന സത്യമാണ്. മനുഷ്യൻ്റെ കഴിഞ്ഞതും നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ എല്ലാ അവസ്ഥകളും അറിയുന്നവനാണ് ലോകരക്ഷിതാവായ അല്ലാഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് നന്മയായി ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മാത്രമാണ് നന്മയുണ്ടാവുക. മറ്റതെല്ലാം തിന്മയായിരിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയാണ് എന്ന് പഠിപ്പിച്ചൊരു കാര്യം അതിൽ നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയാലും യാതൊരുവിധ ഖൈറും നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ ഇത്രമേൽ സുന്ദരമായ ഈ ഒരു ആദർശത്തിൻ്റെ വക്താക്കളാകാൻ റബ്ബ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതിന് നാം റബ്ബിനോട് നന്ദി കാണിക്കേണ്ടത് നമ്മുടെ നിർബന്ധമായിട്ടുള്ള ബാധ്യതകളിൽ ഒന്ന് തന്നെയാണ്. നമ്മുടെ മക്കളും അതേപോലെ തന്നെ യുവാക്കളും ഈ നന്മകളെക്കുറിച്ച് അറിയണം. പലപ്പോഴും ദീന് പഠിക്കാനും അത് മനസ്സിലാക്കാനും മടിയുള്ളവരായിട്ട് നമ്മുടെ മക്കളും യുവാക്കളും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ഈ സുന്ദരമായ ദീനിനെ ഏറ്റവും സുന്ദരമായ രീതിയിൽ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട് എങ്കിൽ അതിൽ നമ്മൾ ന്യായീകരിച്ച് യാതൊരുവിധ ഖൈറിനെയും കണ്ടെത്താൻ ശ്രമിക്കേണ്ടതില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങൾക്ക് ഷർറായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ഈ സുന്ദരമായ ആദർശത്തെ അതിൻ്റെ കൽപ്പനകളനുസരിച്ച് അതിൽ യാതൊരുവിധ വഞ്ചനയും നടത്താതെ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതാ ഞങ്ങളുടെ ജീവിതത്തിൽ പല തെറ്റുകളും വന്നിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമെന്ന് റബ്ബേ. ഞങ്ങളുടെ ഭാവി ജീവിതം നീ പാപരഹിതമാക്കി നൽകണമെന്ന് റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾ പല ആളുകളും ഖബറിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും
അവരുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കുകയും അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗീയ പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണം റബ്ബേ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അവർക്ക് സ്വാലിഹായ മക്കളെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങളുടെ മക്കളെ ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണം റബ്ബേ. ഇവിടെ പല രീതിയിലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, സാമ്പത്തികമായി ശാരീരികമായി. അവിടെ എല്ലാ പ്രയാസങ്ങളെയും നീ മാറ്റി അനുഗ്രഹിക്കണം റബ്ബേ. ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ വരുമാനത്തിൽ നീ ബറകാത്തുകൾ ചൊരിയണം റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ.